ഹലോ ഹലോ സെന്റ് ഓഫ് ഞങ്ങളെ മേലാണ് കൂടി പച്ചി കിടക്കും. ഹലോ ഹലോ ഇങ്ങോട്ട് വാ. രാവിലെ സാരി എടുക്കാൻ വേണ്ടി പോണെന്ന് പറഞ്ഞിട്ട് ഒറ്റ ഒന്നും എണീക്കുന്നില്ല. 8 മണിക്ക് നമ്മൾ തലമുത്തി ചേച്ചി വന്ന് പറഞ്ഞെല്ലാം പോയിക്കോ. ഇങ്ങോട്ട് എണീറ്റ് വാ. കോപ്പ് ഇവിടെ ഒരു ഭീകരം കിടപ്പുണ്ട്. കാണിക്ക് ഇത്ര കഷ്ടപ്പെട്ടിട്ടാക്കിയ ഭീകരമാണ് കേട്ടോ. ഹായ് ഗൈസ്, അപ്പൊ ഞങ്ങൾ എണീക്കാൻ പോവാണ്. ഞങ്ങളെ ഫെയർവെൽ പാർട്ടിയാണ്. എവിടെ? അവിടെ നമ്മളെ ആര്യയുണ്ട്, ഇവിടെ നമ്മളെ ഡോണി ഇരിപ്പുണ്ട്. അപ്പൊ ഇന്ന് ഞങ്ങളെ ഫെയർവെൽ പാർട്ടി. അപ്പൊ ഞങ്ങൾക്ക് ഇന്നത്തെ ഞങ്ങളെ മൊത്തം വ്ളോഗ് എടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഞങ്ങൾ എണീക്കട്ടെ. നമ്മളെ ചേച്ചീനെ വിളിച്ചുകൊണ്ടിരിക്കുക. ചേച്ചിയാണിത്. അത് ചേച്ചി എനിക്ക് റേഞ്ച് ഇല്ലായിട്ടാന്ന് തോന്നുന്നു. ചേച്ചി ഞങ്ങള് കടയിലേക്ക് വരാം. അല്ല 9 മണി കഴിഞ്ഞിട്ടല്ലേ ചേച്ചി? 9 മണിന്റെ മുന്നേ എത്തൂട്ടോ ഞങ്ങള്. ഞാനെത്തണ്ടോ അവിടുന്ന്? ഞാൻ ഇവിടുന്ന് കെണിച്ചറന്ന് അവിടെ എത്തണം. ഞാനെത്താം, പരമാവധി വേഗത്തിൽ എത്താം. പൊന്തിക്കോ. ഞങ്ങൾ 9 മണിക്ക് ഞങ്ങളെ ബ്ലൗസ് കിട്ടുള്ളൂ. അതുവരെ ഞങ്ങള് 10 മണി. എന്റെ മുഖത്തും കൂടെ തേച്ചിട്ടുണ്ടാകും. അപ്പൊ നമ്മുടെ രാഗി ബ്യൂട്ടീഷ്യൻ ആവുന്നുണ്ട്. തക്കാളിയാണ് ഇന്നുള്ളൂ. ഇന്നല്ല, ഞങ്ങൾക്ക് എല്ലാ ദിവസവും തക്കാളി മാത്രമേ ഉള്ളൂ. ശരിയാ കണ്ട പൈസടിയോ. അല്ല, മോൻ കഴിക്കില്ല. കുറച്ച് പഞ്ചസാര ആയിപ്പോയി. പക്ഷെ നമ്മൾ മുഖം കഴിക്കാത്തത് കൊണ്ട് ഒന്നുകൂടി മുഖം ഇതിലെന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ആ പേഴ്സ് കൊടുത്തതാക്കല്ലേ പല്ല് തേക്കാൻ പറഞ്ഞു. ഹായ്, നല്ല മധുരം. ചേച്ചി 9 മണി കഴിഞ്ഞിട്ട് വരാ. ഇതിനെന്ത് ഡയലോഗ് അടിച്ചേ? അമ്മി ഏതോ ഞാൻ തന്നെ ചെയ്തോ. അടി കൂടുകയാണ്. ആ തക്കാളി ഞങ്ങൾക്ക് കാണിച്ചു തന്നില്ല. എന്റെ കുളി കഴിഞ്ഞതുകൊണ്ട് ഞാൻ തോർത്ത് കിട്ടുന്നത്. പകുതി കഷ്ണം മതി. അതാ അവിടെ ഓടുത്തോ പോയിട്ടോ. ഗൈസ്, ഡോണി തക്കാളിയിൽ ഉപ്പിട്ട് ഗൈസ്. അപ്പൊ നമ്മള് ഇത് സ്ക്രബ് ചെയ്യാൻ പോയി. പഞ്ചാര മാത്രമാണ് വരുന്നത്. എന്റെ പഞ്ചാര മൊത്തം ഈ ഭാഗത്തായി പോയി. അച്ചിതേ അച്ചിതേ നീ ആരടി? മഞ്ഞപ്പൊടി ഇടലുണ്ടല്ലോ. മഞ്ഞപ്പൊടി ഇടലുണ്ട്. ഈ വീട്ടിൽ മഞ്ഞപ്പൊടിയില്ല. ഈ വീട്ടിൽ മഞ്ഞപ്പൊടിയില്ല. അവിടെ ആര്യവിടെ പോയി? ആര് റൂമിലുണ്ട്. എന്തോ പറ്റിയിട്ടുണ്ട്, പോയി നോക്കി. നിങ്ങൾ കഴിഞ്ഞ ദിവസം ബത്തേരി പോയി. ബത്തേരി പോയിട്ട് രുചി വേണ്ടിയിട്ട് അവിടെ ചായ അടിച്ചോണ്ടിരിക്കുമ്പോ റോഡ് ആൻഡ് സേഫ്റ്റിയിൽ 2 പോലീസ് ചേട്ടന്മാർ വന്നു.
അതിലാരോ ഒന്ന് അവർക്ക് ക്രഷ് അടിച്ചു. ആ ചെക്കനെ പിന്നെ കണ്ടിട്ടില്ല. എന്നിട്ട് എന്നെയും കൂട്ടിയിട്ട് അയാളെ വയ്യാലെ പോയി, എന്നെ അശീനും കൂട്ടിയിട്ട്. അത് നിങ്ങൾ കാണിച്ചത്. അതായത് ഇവളെയും കൂട്ടിയിട്ടാണ്, എന്നെയും കൂട്ടിയിട്ടാണ് പോയത്, എന്നെ അശീനും കൂട്ടിയിട്ടാണ് പോയത്. അങ്ങനെ പോയിട്ട് ആ ചേട്ടനെ പിന്നെ കാണാൻ പറ്റിയിട്ടില്ല. അതിന്റെ വിഷമത്തിലാണ് ഈ കിടക്കുന്നത്. അപ്പൊ ആ ചേട്ടൻ ഞങ്ങളെ അപ്പൊ ആ ചേട്ടനെ പിന്നെ കാണാത്തതിന്റെ വിഷമമുണ്ട്. അപ്പൊ ചേട്ടൻ എന്റെ ബ്ലോഗ് കാണുവാണെങ്കിൽ നമ്മളെ ആരെയായിട്ട് നമ്പർ ഫോളോ ചെയ്താൽ ഞങ്ങൾ ആരെയുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇതല്ലാതെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും പോലീസ് ചെക്കന്മാരെ മീൻസ് ഫോഴ്സിലുള്ള ഏത് ചെക്കന്മാരായാലും കുഴപ്പമില്ല. ഏതെങ്കിലും ഒറ്റ ഒരാള് ഹൈറ്റ് വേണം, മീശ വേണം, താടി വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പിന്നെ അത് നിങ്ങൾക്ക് കുറഞ്ഞു കെട്ടിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരാളെ കിട്ടുവാണെങ്കിൽ നമ്മൾ ആര്യക്ക് വേണ്ടിയിട്ട് ഞങ്ങള് സജസ്റ്റ് ചെയ്യാണ്. അപ്പൊ ആർക്കും താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് DM ചെയ്യോ. നോക്കട്ടെ കറിയല്ല. അപ്പൊ ഞങ്ങൾ ഇറങ്ങുകയാണ്. നിങ്ങൾ ഈ കോളത്തിലല്ല നിങ്ങൾ കാണാം, വേറൊരു കോളത്തില്. അവളാ 3 ദിവസമായി അഡ്രസ് ഇട്ടോണ്ടിരിക്കുന്നു. അവിടെ ഇനി എന്താ ഞങ്ങൾ ഇടിപ്പിക്കൂല. അവൾക്ക് സാരി എടുക്കാൻ ഭയങ്കര മടിയാ. അപ്പൊ അവളുടെ വേറൊരു ഡ്രസ്സ് എടുത്തിട്ടാണ് അവൾ വന്നേക്കുന്നത്. അപ്പൊ സേഫ്റ്റിക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഉടുപ്പിച്ച് കൊടുക്കുന്ന സാരി ഒക്കെ ഇല്ലെങ്കിൽ അവളെ വേറെ മറ്റേ ഡ്രസ്സ് എടുത്തിട്ട് അത് ഞങ്ങൾ സമ്മതിക്കില്ല. ഇവിടുന്ന് ഒരു കുഞ്ഞാടും കൂടി ഇറങ്ങാനുണ്ട്. എവിടെ വളയമാല എടുത്തു. അപ്പൊ നമ്മൾ ഇറങ്ങി. നമ്മൾ ആര്യാണ് ഫസ്റ്റ് തന്നെ മുന്നിൽ പോകുന്നത്. മറ്റോൾ എന്നിട്ടും വന്നിട്ടില്ല. ഇത് ഞങ്ങളുടെ റോഡാണ്. ഞങ്ങൾ ബസ് എത്തിക്കുകയാണ്. ഞങ്ങളെ ട്രൈപോഡ് എടുക്കാൻ മറന്നുപോയി. ഇനിയിപ്പോ ഫുള്ളൊന്ന് കൈകൊണ്ട് വ്ളോഗ് എടുക്കണം അല്ലേ. നമ്മളെ ഓണർ വരുന്നുണ്ട് നടന്ന്. നാടും ജോയിച്ചേട്ടന് സൂം ചെയ്യാൻ പറ്റുന്നില്ല. കീടനാശിനി അടിച്ചിട്ടില്ല. കീടനാശിനി അല്ല, എന്തോന്ന് അടിച്ച് വരുന്നുണ്ട് മൂപ്പര്. സെൻഡ് ഓഫാ ഞങ്ങളെ. ബീഫോ ചിക്കൻ ബിരിയാണി. ഓട്ടോ പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ രാഗിനെ അവിടെ നിർത്തിയേക്കാണ്. ഒരു പേരില്ല, നിന്നോട്ടെ. ഫോണിലൊന്നും ചാർജ് ഇല്ല. അതുകൊണ്ടല്ല ഈ രാവിലെ ടാസ്കർ ഇട്ടത്. റോഡിന് അപ്പുറത്തെടുത്തത് ഇങ്ങോട്ടെടുത്തത്. ആരാ പറയുന്നേ? കുറച്ചുകൂടെ സേഫ്റ്റിയെല്ലാം കണക്കാക്കിയാണ്. റോഡ് സേഫ്റ്റിക്കാരാട്ടോ. ഇപ്പൊ നമ്മള് ഓട്ടോറിക്ഷയിൽ കയറുകയാണ്. ഒരാളും കൂടി ഇനിയുണ്ട്. നമ്മളെ ബത്തേരി എത്തിയിട്ടാണ്. നമ്മളെ ഫാഷൻ ഡിസൈനർ ജോയിൻ ചെയ്തിട്ടുണ്ട്. ചായ കുടിക്കാനുള്ള പോക്കാണിത്. എന്നിട്ട് വേണം ഞങ്ങൾക്ക് സാരി എടുക്കാൻ പോവാൻ. പരിപാടിക്ക് അവള് ജൂനിയർ മാത്രമല്ല, അവളെന്റെ കസിന. അതെ, കസിനുമാണ്. ഞങ്ങൾ ഡിസൈനറും കൂടെയാണ്. ഞങ്ങൾ സാരി ചെയ്തതാണ്. അതെ ഗൈസ്, സമയം 10 മണിയായി. ഇവിടുത്തെ ചേച്ചിമാരുടെ സാരി ഉടുത്തൊന്നും കഴിഞ്ഞില്ല. ചേച്ചി ഇവിടുന്ന് ബ്ലൗസ് തയ്ച്ചുകൊണ്ടിരിക്കുകയാണ്. അവളവിടെ തേച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളൊന്നും സംസാരിക്കുന്നില്ല. കാരണം സംസാരിക്കുന്നൊക്കെയാണ്. ഞാനിത് ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് ഞാൻ നമ്മൾ തിരക്കിട്ട് പോവുകയാണ്. ഞങ്ങളെ ഡീറ്റെയിൽസ് മൊത്തം ഞങ്ങൾ പറഞ്ഞുതരാം. ആകെ മൊത്തം കൊളായിട്ടുണ്ട്. ഞങ്ങൾ പ്ലാൻ ചെയ്ത പോലെ ഒന്നും ആയില്ല. അപ്പൊ 12 മണിയായി. ഞങ്ങള് രാവിലെ എത്ര മണിക്ക് പോയതാന്ന് നിങ്ങൾക്ക് അറിയാലോ. വ്ളോഗ് എടുത്തോണ്ട് മനുഷ്യന്മാർക്ക് മനസ്സിലാവും നമ്മളെന്താ.
പക്ഷെ എങ്കിലും ഞങ്ങളുടെ ബ്ലൗസ് ആ ചേച്ചി ചേച്ചി കോളാക്കി ജാത്താക്കി. അതിന്റെ കഥ ഞാൻ പിന്നെ പറഞ്ഞുതരാം. പിന്നെ ഇതുപോലെ ഒരു വർക്ക് ഞാൻ ഇതുപോലെ ഒരു വർക്ക് ഞങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ല, കൊടുത്തിട്ടില്ല അതന്നെ. അപ്പൊ എന്തായാലും ഞങ്ങൾ കോളേജിലേക്ക് ബാക്കി കാര്യങ്ങൾ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. ഇതാണ് ഞങ്ങളുടെ കോളേജ്. അവിടെ പ്രസംഗവും കാര്യങ്ങളൊക്കെ തുടങ്ങി എന്നാണ് പറയുന്നത് കേട്ടത്. നിങ്ങളുടെ ഈ ബാച്ചിലെ എല്ലാവരും പിന്നെ വളരെ വിജയകരമായി കോഴ്സ് പൂർത്തീകരിച്ചു പോകുന്ന ഒരു മൊമെന്റിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പൊ ജൂനിയേഴ്സിന്റെ പകരം ഒരു ഡാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. ആ ഡാൻസ് കാണാം. ഇപ്പൊ ഗെയിം സ്റ്റാർട്ട് ചെയ്യും ഞങ്ങള്. യെസ്, ഗെയിം. ഞങ്ങളുടെ ഉച്ചത്തെ സെക്ഷൻ കഴിഞ്ഞിട്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഞാൻ ബ്ലോഗിൽ പൊളിക്കുന്നതായിരിക്കും. ജൂനിയേഴ്സിന്റെ ഞങ്ങൾക്ക് ബിരിയാണി ഇതാ. ജൂനിയേഴ്സ് ബിരിയാണി കഴിക്കാൻ പോവാണ് ഗൈസ്. അപ്പൊ നമ്മൾ ഞങ്ങളുടെ പ്രിയപ്പെട്ട ബ്ലോഗർ ദിയേന്റെ നേതൃത്വത്തിൽ ഞങ്ങള് ചിക്കൻ പീസ് കഴിക്കാൻ പ്രത്യേകം കാണിച്ചു തന്നെയായിരിക്കും. അത്ര മനസ്സിലാവില്ല. ബിരിയാണി അപ്പൊ ടേബിൾ എടുത്തിട്ടാണ് പറയുന്നത്. ടേബിൾ വേണമെന്നാണ്. ആരും ടേബിൾ ഇല്ല. മക്കളെ നോക്ക്, മക്കളെ ഇന്നെങ്കിലും ഇത്തിരി സൗകര്യം തരുമോ? എന്നും തന്നെയാ ക്ലാസ്സിൽ പണി. ഇന്ന് നോക്ക് കയ്യിൽ ചോറ് കൊടുത്തിട്ട് നോക്ക് ഇങ്ങനെ തന്നെ വേണം.
കഴിക്കും. എന്നാലും ഇവിടെ കോളേജിൽ നിന്ന് പാട്ട് വെച്ചോണ്ട് സൗണ്ടൊന്നും കേൾക്കില്ലെന്ന് എനിക്കറിയാം. ഓരോരുത്തരായിട്ട് ഇവിടെ കരഞ്ഞോണ്ടിരിക്കുന്നുണ്ട്. സ്റ്റേജ്മേറ്റ് റൗണ്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലാസ്സിൽ എല്ലാ സമയത്തും അവൾ ഫുഡ് കൊണ്ടുവരില്ല. പകരം എന്ത് ചെയ്യും, എല്ലാവരുടെ അടുത്തും വാരി കഴിക്കുകയാണോ ചെയ്യാം. അപ്പോൾ ഇന്ന് അപ്പോൾ ഇന്ന് അവൾ അങ്ങനെ തന്നെ ചെയ്ത് ലാസ്റ്റ് അവർക്ക് കഴിച്ചു വന്നു. അതിൻ്റെ വീഡിയോ നെക്സ്റ്റ് റൗണ്ട് ഹായ്. അപ്പോൾ ഞങ്ങളുടെ ഹാഫ് ഡേ കഴിഞ്ഞു. ഞങ്ങൾ ഹാഫ് ഡേ ആവാറായപ്പോഴാണ് എത്തിയത്. അത് വേറെ കാര്യം. ഇപ്പൊ ഹാഫ് ഡേ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് ബിരിയാണി ആയിരുന്നു. പിന്നെ രാവിലെ എന്താ പറ്റിയത് എന്ന് ഞങ്ങൾ വിശദമായിട്ട് ഒരു വ്ളോഗ് എടുക്കുന്നതായിരിക്കും. ഞങ്ങളൊരു സെൽഫി എടുത്തു. മക്കളെ കഴിഞ്ഞു. ഗേൾസിന്റെ നിതിൻ സാറല്ലേ നേതൃത്വം വഹിക്കുന്ന ഒരു ബാൻഡ് ഇവിടെ പാട്ട് ആരംഭിക്കാൻ പോകുന്നു. അപ്പൊ അത് ഞാൻ കാണിച്ചു തരാം. മനസ്സിലെ മോഹം നീയേ ഡോണി, എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത്? ഇവിടെ നമ്മളുണ്ട്. ഇത് എന്റെ ഇൻസ്റ്റാഗ്രാമിലാണല്ലോ. കൈയിട്ട് വാരി ഫുഡ് കഴിക്കുന്നു. അവരെന്തോ പറയുന്നു. അങ്ങനെ ഞങ്ങൾ മാത്രം ഞങ്ങളെ കിട്ടിയിരിക്കുന്നത് ഞങ്ങൾ കഴിഞ്ഞ ഓണത്തിന് എടുത്തൊരു ഫോട്ടോയാ. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ ഞങ്ങളുണ്ട്. ഇത് ഞങ്ങളാണ്. ഞങ്ങൾ സീരീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഫ്രഷേഴ്സ് ഡേക്ക് ഞാൻ ഇതുപോലെ ഇവിടെ നിന്ന് സംസാരിച്ചിട്ടുണ്ട്.
നിങ്ങളുടെ സ്പെഷ്യൽ ഡേ നടന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് എല്ലാവർക്കും നിങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾ പോകുമ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ എല്ലാവരെയും മിസ് ചെയ്യും. ഉറപ്പായിട്ടും മിസ് ചെയ്യും. പിന്നീട് പിന്നെ അവര് ഓൺലൈൻ ക്ലാസ് ആയിരുന്നു. Thank you.